8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. അതിൻ്റെ തത്സമയമാണ് കാണുന്നത്. ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു തേവലക്കരയിൽ നിന്ന്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അവിടെ എത്തിക്കഴിഞ്ഞല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കെ വി മനോജ് കുമാർ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തേവലക്കരയിലെ ഉണ്ടായ അപകടത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. ഇപ്പോൾ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് നമുക്കൊപ്പം ഷെഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷെഫീദ്, വിവരങ്ങൾ? അതായത് പലതരത്തിലുള്ള പരിശോധനകൾക്ക് പിന്നാലെ ഈ വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ നേരിട്ട് തന്നെ ഈ അപകടമുണ്ടായ തൊട്ടടുത്ത ദിവസം നേരിട്ട് തന്നെ അദ്ദേഹം എത്തി ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദുഃഖകരമായിട്ടുള്ള മിഥുന്റെ ജീവൻ നഷ്ടമായിട്ടുള്ള ആ അപകടം നടന്ന അനധികൃതമെന്ന് ഇപ്പോൾ പലതരത്തിൽ വിവരങ്ങൾ വരുന്ന സൈക്കിൾ ഷെഡിന്റെ സമീപത്തേക്ക് എത്തി അതിന്റെ ഉയരമടക്കമുള്ള കാര്യങ്ങൾ ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSEയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലടക്കം ഇത് കൃത്യമായ ഭൂമിയിൽ നിന്ന് കൃത്യമായ ഉയരം പാലിച്ചില്ല എന്നടക്കമുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ ഈ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സ്കൂൾ PTA ബന്ധപ്പെട്ട ആളുകളുണ്ട്, മറ്റു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവരൊക്കെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ സമാനമായി മറ്റൊരു അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മിഥുന്റെ വീട്ടിൽ പോയി പിതാവിനെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തിരക്കിട്ട ചില നീക്കങ്ങൾ അത് നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ. മാറ്റി വേറെ കൊടുക്കാം. നമ്മുടെ അടുത്ത് പഞ്ചായത്തിന് ഇതുവരെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് മാറ്റി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ഫീസ് അടയ്ക്കണമെന്നോ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പഞ്ചായത്തിനോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നമ്മൾ ചെയ്തു തന്നെയായിരുന്നു. പക്ഷെ ഒരു ദുരന്തം നടക്കേണ്ടി വന്നില്ലേ? അത് വലിയൊരു വിഷയമല്ലേ? ഇത് ഒരു ദുരന്തം നടന്നതിന് ശേഷം നമ്മളിത് പരിഹരിച്ചിട്ട് കാര്യമില്ലല്ലോ. ക്ലോസ് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിട്ടാണെന്നോ അല്ലേ? പക്ഷെ അത് ആ ഒരു ഹൈറ്റിലല്ലേ ക്ലോസ് ചെയ്തിട്ടുള്ളത്? അതിന് മുകളിലെ കൂടിയിലേക്ക് കയറി വരുന്നത്. ആ പലക നീക്കിയല്ലേ വരുന്നത്? അല്ല, അത് അല്ല അങ്ങോട്ട് അതിലൂടെ ഇതുവഴിയാണ് അത് ഇറങ്ങിയത്. അന്നേരം അവിടെ ഇളക്കിയതാ പിന്നീട് അതിനുശേഷം ഈ സൈഡ് ആ ഗ്യാപ്പിലൂടെ കുട്ടി ഇറങ്ങിയത്. ഒരു സ്ക്രീനിലൂടെ ചവിട്ടി മുകളിലോട്ട് കയറിയാണ് ഈ സ്പേസ് ഇളക്കിയത്. അതിപ്പോ പിന്നീട് ഇളക്കിയതാണ്. അതിപ്പോ ഇളക്കി ഈ കുട്ടി എടുക്കാൻ വേണ്ടിയൊക്കെ അതുവഴിയാണ് ഇറങ്ങി വന്നത്. കൊല്ലത്ത് തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സന്ദർശനം നടന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മന്ത്രി J. ചിഞ്ചുറാണിയും ഈ മിഥുന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിഥുന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി മന്ത്രി J. ചിഞ്ചുറാണി വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ കണ്ണീരായി മിഥുൻ മാറിക്കഴിഞ്ഞതിന് ശേഷം മന്ത്രി അവിടെ സന്ദർശിക്കുകയാണ്. സുജിത് സുരേന്ദ്രൻ കൂടി ചേരുന്നു. സുജിത്ത്, മന്ത്രി എപ്പോഴാണ് ചിഞ്ചുറാണി എത്തിയത്? എപ്പോഴാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് മന്ത്രി J. ചിഞ്ചുറാണി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളിത്തറയിലെ മനു ഭവനത്തിലേക്ക് എത്തി ഇപ്പോൾ ബന്ധുക്കളെ കാണുകയാണ്. മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത് മന്ത്രി J. ചിഞ്ചുറാണി. ഈ ലഘൂകരിച്ചുള്ള ഒരു പ്രസംഗം എത്തിയിരിക്കുന്നത് മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിരുത്തരവാദപരമായ ഒരു സമീപനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ
കുട്ടികളല്ലേ, കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. ഇത് ഒരു സ്കൂളിലെ മാത്രം അവസ്ഥയായിരിക്കില്ലല്ലോ, സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും സമാനമായ ഒരു സാഹചര്യം കാണില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വ്യാപകമായ ഒരു പരിശോധന കാണുമോ ഇതിന്റെ പശ്ചാത്തലത്തിൽ? അത് സർക്കാർ ചിലപ്പോൾ ആ തലത്തിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോഴും കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അടക്കമുള്ള നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സ്റ്റേറ്റ് ലെവൽ വിളിച്ചിരുന്നു. അപ്പോഴ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ മുഴുവൻ ജില്ലകളിലും മീറ്റിംഗ് നടത്തിയിട്ടാണ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഞങ്ങൾ വിളിച്ചത്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ റെക്കമെൻഡേഷൻസ് കൂടെ ഞങ്ങൾ സമർപ്പിക്കും. അടച്ചുറപ്പുണ്ടോ ഈ സ്കൂൾ കെട്ടിടത്തിനെന്ന് തോന്നുന്നത്? ഈ കുട്ടികൾക്ക് ഇറങ്ങി വരാൻ പാകത്തിലാണോ? ഇല്ല, അടച്ചുറപ്പില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാണുന്ന കാഴ്ചയിൽ തന്നെ അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു. അടച്ചുറപ്പില്ല. അത് പരിശോധിക്കാം. എന്തായാലും അത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് സ്ഥാപിച്ചു, ഇത് ഈ മേലെ ഇപ്പൊ ഷെഡ് സ്ഥാപിച്ചല്ലോ, ഷെഡ് സ്ഥാപിക്കണമെങ്കിൽ തന്നെയും ഈ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അത് KSEBിയുടെ അറിവോടെയാണ് അപ്പൊ ഇത് നടന്നതെന്നുള്ള അത് തെളിയിക്കുന്നത്. അല്ലാണ്ട് ഒരു തൊഴിലാളിക്ക് അതിന്റെ മേലെ കയറി ജോലി ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്യാൻ പറ്റില്ല. ഈ ഷെഡ് സ്ഥാപിക്കാൻ ഒരു തൊഴിലാളിക്ക് അതിന്റെ മേലെ കയറി ജോലി ചെയ്യാൻ പറ്റില്ല. അത് KSEB അറിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഞങ്ങൾ അത് ഗൗരവത്തോടു കൂടെ തന്നെ അത് പരിശോധിക്കും. ഇപ്പൊ കൈകഴുകുകയാണ്, നമുക്കറിയില്ലായിരുന്നു ഇത് സ്ഥാപിച്ചതെന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം KSEB എല്ലാ മഴക്കാലത്തിന് മുൻപും അവരുടെ എല്ലാ ലൈനുകളും സുരക്ഷിതമാണോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ടല്ലോ. ആ പരിശോധനയിൽ ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയായൊരു സമീപനമല്ലെന്ന് തോന്നുന്നു. വർഷാവർഷം സ്കൂളുകളിൽ ഫിറ്റ്നസ് പരിശോധന, ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനയും സുരക്ഷാ കമ്മിറ്റി ഒപ്പം യോഗം ചെയ്യുന്നു. അവരുടെ ഒന്നും ശ്രദ്ധയിൽ ഇതുവരെ ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ PTA ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ എന്താണ് റിപ്പോർട്ട്? നോക്കാം, ഞങ്ങൾ എല്ലാ പോലീസിനോടും വിവിധ സംവിധാനങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം ആവശ്യമായ നടപടിക്ക് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ നൽകും.